ഇന്ന് നല്ലൊരു മീൻകറിയുടെ റെസിപ്പിയാണ്. ഇതിപ്പോൾ തിരുതക്കണമ്പ് എന്ന് പറയുന്ന മീനാണ്. ഒരു 2 തിരുതക്കണമ്പുണ്ട്. ഇത് നമുക്ക് ഇഷ്ടത്തിനുള്ള വലിപ്പത്തിൽ മുറിച്ച് കഴുകി വൃത്തിയാക്കി എടുത്തു വയ്ക്കാം. ഉപ്പും വിനീഗറും ചേർത്ത് വെള്ളത്തിൽ നന്നായിട്ട് കഴുകി എടുത്തു വയ്ക്കാം. ഇനി മീൻകറി വയ്ക്കാനുള്ള അരപ്പ് റെഡിയാക്കി എടുക്കും. ഒരു തക്കാളി, ഒരു സവാള, ഒരു കഷ്ണം ഇഞ്ചി, 3-4 വെളുത്തുള്ളി ഇത്രയും അരിഞ്ഞെടുത്ത് വയ്ക്കാം. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വീതം മുളക് പൊടിയും മല്ലിപ്പൊടിയും, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്രയും ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്ത് വയ്ക്കണം. ആദ്യം വെള്ളം ചേർക്കാതെ അരച്ചതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ മാത്രം വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്ത് വയ്ക്കാം. കഴിയുന്ന അത്രയും നന്നായിട്ട് അരച്ചെടുക്കാൻ ശ്രദ്ധിക്കണം. ഇനി ഒരു ചട്ടി ചൂടായി വരുമ്പോൾ 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഈ ഉലുവ ചൂടായി കഴിയുമ്പോൾ 1/4 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം. അരിഞ്ഞു വെച്ച അര സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇതുകൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി അതിൻ്റെ കളറൊന്ന് മാറിക്കഴിയുമ്പോൾ നമുക്ക് അരച്ച് വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി അതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് വറ്റിച്ചെടുക്കണം. ഒരു 3-4 മിനിറ്റ് തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കണം. അരച്ചേർത്ത തക്കാളിയുടെയും സവാളയുടെയും ഇഞ്ചി വെളുത്തുള്ളി ഇതിൻ്റെയൊക്കെ ആ പച്ച ചുവയൊക്കെ മാറിക്കഴിയുമ്പോൾ നമുക്ക് മീൻകറിക്ക് ആവശ്യമുള്ള പുളി ചേർത്ത് കൊടുക്കാം. കുടംപുളിയാണ് ചേർക്കുന്നത്. നല്ല പുളിയുള്ള കുടംപുളി ആയതുകൊണ്ട് ഞാൻ ഒരു കഷ്ണമേ ചേർക്കുന്നുള്ളൂ. അത് 3ആയിട്ട് കീറി അതുകൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പുളി ചേർത്ത ശേഷവും 1-2 മിനിറ്റ് കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി മിക്സിയുടെ ജാറ് കഴുകുക. ഒരു 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുന്നത് എഡിറ്റിങ്ങിൽ വിട്ടുപോയതാണ്. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള 1.5 ടീസ്പൂൺ വേണ്ടി വരും. ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ 3/4 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. 2ാം പാലാണ്. ഇതുകൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ കറി വയ്ക്കുമ്പോൾ തേങ്ങാപ്പാൽ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. പകരം 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അങ്ങനെ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ ആദ്യം വെള്ളം ചേർക്കുമ്പോൾ 2 കപ്പ് ഒരുമിച്ച് തന്നെ ഒഴിച്ചു കൊടുത്ത് തിളച്ച് കഴിയുമ്പോൾ മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി. ഈ അരപ്പും വെള്ളവും ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഇടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. പെട്ടെന്ന് തന്നെ അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് ഇളക്കി ചേർക്കണം. പിന്നെ മീൻ ഇടുന്നതിന് തൊട്ട് മുമ്പ് അരപ്പ് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷവും മീൻ ചേർത്ത് കൊടുക്കാവൂ. അപ്പോൾ എടുത്തു വെച്ച ആ 2 തിരുത കണമ്പും ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ട് തിളക്കുന്നതിന് വേണ്ടി ഒരല്പസമയം മൂടി വയ്ക്കാം. മീൻ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു 2-3 മിനിറ്റിനുള്ളിൽ തന്നെ അത് തിളച്ച് തുടങ്ങും. അപ്പോൾ ചട്ടി ഇതേപോലെ ഒന്ന് എടുത്ത് ചുറ്റിച്ചു കൊടുക്കണം. സ്പൂൺ കൊണ്ട് ആദ്യം ഇളക്കാതെ ഇങ്ങനെ ചെയ്തെടുക്കണം. മീൻ തിളച്ച് കഴിഞ്ഞാൽ എടുത്തു വച്ചിരിക്കുന്ന 1/2 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. അത്ര കട്ടി തേങ്ങാപ്പാലൊന്നുമല്ല. ഇനി ഇതുകൂടെ ചേർത്ത് വീണ്ടും നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്ന് ചുറ്റിച്ചെടുക്കുക. ഈ കണമ്പിൻ്റെയും തിരുതക്കണമ്പിൻ്റെയൊക്കെ ഉള്ളിൽ നല്ല നെയ്യുണ്ടാവും. അത് കളയരുത്. അതാണ് ഞാനിപ്പോൾ ഈ ചേർത്ത് കൊടുത്തത്. ഇനി ഒരു 10 മിനിറ്റ് ചെറുതീയിലിട്ട് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്താൽ പിന്നെ തിളയ്ക്കുന്നതിന് മുമ്പ് ഓഫ് ചെയ്യണം എന്ന് സാധാരണ എല്ലാവരും പറയും. പക്ഷേ ഞാൻ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്താലും ചില കറികൾക്ക് ഇതേപോലെ 10 മിനിറ്റ് കൂടെ ഒന്ന് വറ്റിച്ചെടുക്കും. അപ്പോൾ നല്ല ടേസ്റ്റുള്ള കറിയായിരിക്കും. പിന്നെ തേങ്ങാപ്പാൽ പിരിഞ്ഞൊന്നും പോകത്തില്ല. അത് ആദ്യം തന്നെ ഒന്ന് ഇളക്കി കൊടുത്ത് അത് പിരിയാതെ ശ്രദ്ധിച്ചാൽ മാത്രം മതി. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള തിരുതക്കറി റെഡിയായി. ഇത് ഉടനെ കഴിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു 2-3 മണിക്കൂറിന് ശേഷം കഴിച്ചാൽ പുളിയെല്ലാം കറക്റ്റായിട്ടുള്ള നല്ലൊരു മീൻകറി ആയിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്